നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റ് സ്പീഡിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ആണ് ചെയ്യുന്നത്. കല, സംസ്കാരം, സാഹിത്യം. പിന്നെ സ്പോർട്സ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആർട്ട്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചറിൻ്റെ PYQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ? അപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം ഒക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അതെന്താണ്? കായിക ഫീച്ചറാണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരം കേട്ടോ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? അപ്പൊ കേരളത്തിലെ പ്രാചീന കലകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. മുക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രാചീന നാടകവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുക്തം. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പം അത് മുക്തം എന്ന് പറയുന്നത് ശരിക്കും സംസ്കൃത വൃത്തത്തിലുള്ള ഒരു 4 വരി കവിതകൾ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അത് പ്രാചീന നാടകവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അക്ഷരശ്ലോകവുമായിട്ടാണ് ബന്ധമുള്ളത്. 2ഉം 3ഉം ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻ C ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണല്ലേ? കണ്ണൂർ ജില്ലയിൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ ചിറക്കലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാൻ ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 18 ജൂൺ 1995 സ്ഥാപിച്ചു. ഇവിടെ 18 ജൂൺ അല്ല, 28 ജൂൺ 1995 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി, 3 തെറ്റാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമരാജവർമ്മ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? കേരള ലളിതകലാ അക്കാദമിയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് കേട്ടോ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് മനുഷ്യനൊരു ആമുഖം എന്ന കൃതി രചിച്ചത്? സുഭാഷ് ചന്ദ്രനാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? മലയാളം മിഷൻ ആണ് കേട്ടോ. 2012 മുതലാണ് മലയാളം മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം ലോകത്ത് എവിടെയുള്ള മലയാളികൾക്കും അവരുടെ മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. എവിടെ ആയിക്കോട്ടെ നമുക്ക് മലയാളം സ്പ്രെഡ് ചെയ്യുക, മലയാളം പഠിപ്പിക്കുക. എല്ലാവർക്കും ലോകത്തെ ഏത് കോണിലുള്ള മലയാളികളായിക്കോട്ടെ അവർക്ക് മാതൃഭാഷ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് മലയാളം മിഷൻ ചെയ്യുന്നത് 2012 മുതൽ. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉദ്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? അപ്പൊ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉദ്ഭവിച്ചത് ഏതാണ്? നമ്മുടെ ഇവിടെ മോഹിനിയാട്ടാണ് അല്ലെ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മോഹിനിയാട്ടാണ് ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉദ്ഭവിച്ചിട്ടുള്ളത്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ എവിടത്തെയാണ്? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലാണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ, പൂന്താനം നമ്പൂതിരി. അടുത്ത ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ചിറക്കൽ. കണ്ണൂർ ചിറക്കലാണ്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം വരുന്നത്. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കൗങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏതനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ? അപ്പം ഈ പാളയിൽ കോലങ്ങളൊക്കെ വരുന്നത് ഏതാണ്? പടയണിക്കോലങ്ങളാണ് അല്ലെ? ഓപ്ഷൻ B ആണ് അപ്പം കറക്റ്റ്. ഓപ്ഷൻ B ആണ്, പടയണീനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്തത്, മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്ത് എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? അപ്പൊ ഏതൊക്കെയാണ്? ഇതിൽ ഇരയിമ്മൻ തമ്പി അംബരീഷ ചരിതം തെറ്റാണ് അല്ലെ? അംബരീഷ ചരിതം ആരാ എഴുതിയിരിക്കുന്നത്? പൂന്തോട്ടത്ത് ദാമോദരൻ നമ്പൂതിരിയാണ്. അത് നമുക്ക് പെട്ടെന്ന് അറിയുണ്ടാവില്ല. അംബരീഷ ചരിതം ആരാണ്? പൂന്തോട്ടത്ത് ദാമോദരൻ നമ്പൂതിരിയുടെയാണ്. പക്ഷെ അത് ഇരയിമ്മൻ തമ്പിയുടെ അല്ലാന്ന് നമുക്ക് അറിയേണ്ടതാണ്. ഇനി അശ്വതി തിരുനാള്, ഉത്തരാ സ്വയംവരം, അതാണ് ഇരയിമ്മൻ തമ്പി വരുന്നത് അല്ലെ? ഉത്തരാ സ്വയംവരം എഴുതിയതാണ് ഇരയിമ്മൻ തമ്പി, അശ്വതി തിരുനാളിന്റെ അല്ല. ഇനി കോട്ടയത്തെ തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യര് നളചരിതം. അപ്പൊ ഇവിടെ 3ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ C ആണ് കറക്റ്റ് വരുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. ശരിയാണ്.
അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു അല്ലെ. നമ്മുടെ മന്ത്രിസഭയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ അതാണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ അല്ല, ക്യുസാറ്റിന്റെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ആണ് വൈസ് ചാൻസലർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാജരാജന്റെ മാറ്റൊലി അദ്ദേഹത്തിന്റെ കൃതിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 4 കറക്റ്റ്. അപ്പൊ 1, 2, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? 1969 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ചത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നമ്മൾ കുറെ കേട്ടിട്ടുള്ള കവിതയിലെ വരികളാണല്ലേ. ആരാണ് ഈ വരികളുടെ രചയിതാവ്? ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ് ശരി ഉത്തരം. കുറെ പേർക്ക് കൺഫ്യൂഷൻ ആവലുണ്ട്, ബാലചന്ദ്രൻ ചുള്ളിക്കാടാണോ, അങ്ങനെ ബാലചന്ദ്രൻ കാണുമ്പോൾ. അപ്പൊ ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ് കറക്റ്റ്. കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഇവിടെ നോക്കുക, കോട്ടയത്ത് തമ്പുരാനും കുറെ പേര് കൊട്ടാരക്കര തമ്പുരാനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ കോട്ടയത്ത് തമ്പുരാൻ ഏതാണ്? കഥകളിയാണ്. കഥകളീൻ്റെ ഒരു റിഫൈനർ ആയിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ വരുന്നത് രാമനാട്ടത്തിന്റെ ഫൗണ്ടറാണ്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാൻ ആരാണ്? കഥകളി കേട്ടോ. അപ്പൊ കോട്ടയത്ത് തമ്പുരാൻ കഥകളി, കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്? അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്പൂതിരി ബ്രാഹ്മണരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർകളി. ഐവർകളീനെ നമ്മൾ പാണ്ഡവർ കളി എന്നും പറയപ്പെടും. അപ്പൊ അത് നമ്പൂതിരി കമ്മ്യൂണിറ്റിന്റെ അല്ല, ആരുടെയാണ്? വിശ്വകർമ്മ കമ്മ്യൂണിറ്റിന്റെ ഇടയിലാണ് പ്രചാരത്തിലുള്ളത്. അപ്പൊ നമ്പൂതിരി ബ്രാഹ്മണരുടെ അല്ല. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. നമുക്ക് ബാക്കിയും കൂടെ ജസ്റ്റ് വായിക്കാം കേട്ടോ. ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. ശരിയാണ്. പാലക്കാട് അവതരിപ്പിച്ചു കാണുന്ന തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. അതും ശരിയാണ്. കാസർഗോഡ് കുമ്പളിയിലെ പാർത്ഥി സുബ്ബകവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഐവർകളി ഏത് കമ്മ്യൂണിറ്റിന്റെയാണ്? വിശ്വകർമ്മ കമ്മ്യൂണിറ്റിന്റെയാണ് കേട്ടോ. ഏത് രാജ്യത്തായിരുന്നു ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാര രീതി അരങ്ങേറിയിരുന്നത്? എവിടെയാണ്? ഈ ഓപ്ഷൻസിൽ ഇപ്പം ഇന്തോനേഷ്യ ആണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ. ശരിക്കും അത് ബാലിനീസ് ആണ്, ബാലിയിലാണ്. പക്ഷെ അത് ഇന്തോനേഷ്യയിലെ പ്രൊവിൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. റഷ്യൻ സാഹിത്യകാരനായ ദസ്തയോവ്സ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, ഡോക്ടർ KP ശശിധരൻ. ഇതെല്ലാം ശരി ഉത്തരമാണ്. ഇവരെല്ലാവരും ക്രൈം ആൻഡ് പണിഷ്മെന്റ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഓരോ പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1, 2, 3, 4 ശരിയാണ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തം ഇതിലാണ് നമ്മുടെ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ അങ്ങനെയാണ് പ്രചാരത്തിലൊക്കെ വന്നത് അല്ലേ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വൃത്തങ്ങളാണ് കേക, കാകളി, കളകാഞ്ചി, മണികാഞ്ചി, അന്നനട തുടങ്ങിയിട്ടുള്ളത്. എഴുത്തച്ഛൻ പ്രചാരത്തിൽ കൊണ്ടുവന്ന ഈ ഒരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ അതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വൃത്തങ്ങൾ അതൊക്കെയാണ്. ഓർത്തിരിക്കുക. അന്നനടയൊക്കെ മുമ്പ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കേകയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്. പെട്ടെന്ന് നമ്മൾ ശബ്ദ ചലച്ചിത്രം ബാലൻ എന്ന് ബൈഹാർട്ട് പഠിച്ചു പോയിട്ട് എക്സാം ഇരിക്കണ ആ ടെൻഷനിൽ പോയിട്ട് ബാലൻ കർപ്പിക്കാൻ തോന്നും. പക്ഷെ ശ്രദ്ധിക്കുക, നിശബ്ദ ചലച്ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക എക്സാം ഹാളിൽ ഇരിക്കുമ്പം. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചലച്ചിത്രം തന്നെയാണ് വിഗതകുമാരൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ടെൻഷനിൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പം നിശബ്ദ ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി കർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ കേട്ടോ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇശൽ എന്നാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഇശല്. തക്ഭുരിണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ്? വന്ദനയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. തക്ഭുരിണി എന്ന നോവൽ രചിച്ചത് വന്ദനയാണ്. ഉർവശി ഭൂട്ടാലിയയാണ്. ഉർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം, ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പാർട്ടീഷൻ ആണ് അല്ലെ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്.
താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി? മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ശരിയാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഈ പറഞ്ഞതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. ശരിയാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. അത് തെറ്റാണ്. KR മീരയ്ക്കല്ല. ആർക്കാണ് ലഭിച്ചത്? സാറ ജോസഫിനായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അതും തെറ്റാണ്. അശോകൻ ചെരുവിലിനായിരുന്നു 2024 വയലാർ അവാർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പൊ ഈ കൂട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കാം. 2025 ONV അവാർഡ് നമ്മൾ പറഞ്ഞു പ്രഭാവർമ്മയാണ്. അതുപോലെ 26 ലഭിച്ചു. പക്ഷെ 25 അത് ആ അവാർഡ് കൊടുത്തത് 2026 പക്ഷെ 2025 മാതൃഭൂമി ലിറ്റററി അവാർഡ് കിട്ടിയത് മേതിൽ രാധാകൃഷ്ണനാണ്. അതുപോലെ 2025 വയലാർ അവാർഡ് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാം. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏത് പഞ്ചായത്തിനാണ്? വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലാണ്. PV റാവു എന്ന് പറയുന്ന സംവിധായകനാണ് അത് സിനിമയാക്കിയിട്ടുള്ളത്. അപ്പം സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കുക. അപ്പൊ കഥകളി ആരാ വരുന്നത്? കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കൊട്ടാരക്കര തമ്പുരാൻ കഥകളി. അതുപോലെ തന്നെ കോട്ടയത്തെ തമ്പുരാൻ രാമനാട്ടം എന്ന് പറഞ്ഞു. ഇനി ഓട്ടംതുള്ളല് കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരി. അപ്പൊ ഇതിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നത് 1D 2A 3B 4C അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത ചോദ്യം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാളി സിനിമാ നടൻ ആരായിരുന്നു? മോഹൻലാൽ. എല്ലാവർക്കും അറിയാം അല്ലെ? ഇതൊന്നും നമ്മൾ തെറ്റിക്കുകയേ ചെയ്യരുത്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് ദക്ഷിണേന്ത്യയിലുള്ളത്? അപ്പൊ തന്നെ നമുക്ക് അതിനൊരു ക്ലൂ കിട്ടും. ദ്രാവിഡ ശൈലി അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ദ്രാവിഡ ശൈലി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബൃഹദീശ്വര ക്ഷേത്രം. അപ്പൊ ചോളന്മാരാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തഞ്ചാവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മണിപ്രവാളം ലിറ്ററേച്ചർ? അപ്പൊ ഇതിൽ മണിപ്രവാളം കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ജ്ഞാനപ്പാന, ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുര വർണ്ണനം. അപ്പൊ ഇതില് ജ്ഞാനപ്പാനയാണ് മണിപ്രവാളത്തിൽ പെടാത്തത്. ബാക്കി 3ഉം മണിപ്രവാള കൃതികളാണ്. ചന്ദ്രോത്സവം, വൈശികതന്ത്രം, അനന്തപുര വർണ്ണനം. ഇവിടെ ഓൺലി 2, 3 and 4 ആണ്. ബി ആണ് കറക്റ്റ്. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ആരാച്ചാർ, മീരാസാധു, ആ മരത്തെയും മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിൻ, അമാവാസി, ഗസൽ, മാനസാന്തരം. അപ്പൊ ഇതില് അമാവാസി, ഗസൽ, മാനസാന്തരാണ് ഉൾപ്പെടാത്തത്. അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അമാവാസി, ഗസൽ, മാനസാന്തരം ഒക്കെ. ബാക്കിയൊക്കെ KR മീരയുടെ കൃതികളാണ്. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രം. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അതും ശരിയാണ്.
2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് NS മാധവനായിരുന്നു. അപ്പം ഇതാണ് ഇവിടെ തെറ്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ 2025 റീസെന്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? KG ശങ്കരൻ പിള്ളയ്ക്കാണ് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KG ശങ്കരൻ പിള്ളയാണ്. ഓർത്തിരിക്കുക, അതായിരിക്കും നമ്മളോട് ചോദിക്കാൻ വരുന്ന ചോദ്യം. അടുത്തത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ച് താഴെ കൊടുക്കുന്നു. ശരിയായവ കണ്ടെത്തുക. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം കേരളത്തിന്റെ ദേശീയോത്സവം. വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ്. 1, 2, 3. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? എത്രാമത്തെയാണ്? 60ാമത്തെയാണ് കേട്ടോ. അപ്പം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളുടെ 60ാമത്തെ വാർഷികമായിരുന്നു 2025 ജൂലൈയിൽ ആചരിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 2024 ചോദിക്കുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ മുമ്പ് കറണ്ട് അഫയേഴ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ റെലവൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോവാട്ടോ. 2024 ആനോ, കെരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, മുഴക്കം, ആരോഹണം, ഹിമാലയം. അപ്പൊ ഇതിൽ 1, 2, 4 2024 അവാർഡ് കിട്ടിയിട്ടുണ്ട്. മുഴക്കത്തിന് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 1, 2, 4 ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ശ്രീജേഷ് PR ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും ചാത്തനും? അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു രണ്ടിടങ്ങഴിയുടെയാണ് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലാണ് കോരനും ചിരിതയും ചാത്തനും ഒക്കെ ഉള്ളത്. ഇനി ചേരുംപടി ചേർക്കുക. ഇവിടെ കൂടിയാട്ടം, തോൽപ്പാവക്കൂത്ത്, പടയണി, കുമ്മാട്ടിക്കളി തന്നിട്ടുണ്ട്. ബി ലിസ്റ്റിൽ ഏഴുപറ, തപ്പ്, ഓണവില്ല്, മിഴാവ്. അപ്പൊ അതിൽ ഓണവുമായി ബന്ധപ്പെട്ടത് കുമ്മാട്ടിക്കളിയാണ്. അതുകൊണ്ട് തന്നെ അത് ഓണവില്ലാണെന്ന് നമുക്കറിയാം. ഇനി കൂടിയാട്ടം എന്താ വരുന്നത്? മിഴാവാണ് വരുന്നത്. തോൽപ്പാവക്കൂത്തിലാണ് ഏഴുപറ വരുന്നത്. ഏഴുപറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇടയ്ക്കൊക്കെ പോലെ ഉള്ളൊരു സംഭവമാണ്. പ്ലാവിന്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഏഴുപറ. അതുപോലെ തന്നെ പടയണിയിലാണ് എന്ത് വരുന്നത്? തപ്പ് വരുന്നത്. അപ്പം കൂടിയാട്ടം, മിഴാവ്, തോൽപ്പാവക്കൂത്തിൽ ഏഴുപറ, പടയണി, തപ്പ്, കുമ്മാട്ടിക്കളി, ഓണവില്ല്. ആ ഓപ്ഷൻസ് വരുന്നത് ഡി ആണ് അല്ലേ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? കുമാരനാശാന്റെ വീണപ്പൂവിലേതാണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വീണപ്പൂവ് എന്ന് പറയുന്ന കൃതിയിലെ വരികളാണിത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, ചെട്ടികുളങ്ങര ഭരണി ആലപ്പുഴ ജില്ല, അത്തച്ചമയം എറണാകുളം ജില്ല, മച്ചാട്ട് മാമാങ്കം മലപ്പുറം ജില്ല. ഇവിടെ മച്ചാട്ട് മാമാങ്കമാണ് തെറ്റ്. അതെവിടെയാണ് നടക്കുന്നത്? വടക്കഞ്ചേരിയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വടക്കഞ്ചേരിയിലെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലാണ് ഈ മച്ചാട്ട് മാമാങ്കം നടക്കുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനായിരുന്നു? ഓപ്ഷൻ ബി ഉള്ളൊഴുക്കാണ് കറക്റ്റ് കേട്ടോ. ഉള്ളൊഴുക്കാണ് ശരി ഉത്തരം വരുന്നത്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണ്? ഉറൂബാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉറൂബ്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമാണ് ഉറൂബ്. ഉറൂബാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത്. അക്കിത എന്ന ആചാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തുമായിട്ടാണ് അക്കിത എന്ന് പറയുന്ന ആചാരം ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടിയാട്ടാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
കൂടിയാട്ടം. ഡാഷിന്റെ ഒരു ഭാഗമാണ് പൊരുളധികാരം. അപ്പൊ പൊരുളധികാരം എന്തിന്റെ ഭാഗമാണ്? തോൽക്കപ്പിയത്തിന്റെ ഒരു ഭാഗമാണ്. ഓപ്ഷൻ ബി ആണ് ശരി. കുമാരനാശാൻ എഴുതിയത് എന്തിന് ഭാരതരെ കരയുന്നു, പാരതന്ത്ര്യം വിധി കൽപ്പിതമാണ് തായേ, ഏതിലെ വരികളാണിത്? ഒരു തീയക്കുട്ടിയുടെ വിചാരമാണ് കേട്ടോ. ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് അത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത്? മുച്ചീട്ട് കളിക്കാരന്റെ മകളായിട്ട് അതിലുള്ള കഥാപാത്രത്തിന്റെ പേരാണ് സൈനബ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, സൈനബ. ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. അപ്പൊ വിദ്യാവിനോദിനി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് വാസനാവികൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. 1891 ഈ വാസനാവികൃതി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ വിദ്യാവിലാസിനി എന്നൊക്കെ കാണുമ്പോൾ തെറ്റരുത്, വിദ്യാവിനോദിനിയാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. Which of the following statements about Hong Kong, who won the Nobel Prize for Literature in 2024, is or are incorrect? അപ്പോൾ ഹാൻകാങ്ങിനെ പറ്റി, നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള ഹാൻകാങ്ങിനെ പറ്റി പറയുന്നതിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ളത്? ഹാൻകാങ് began her career in 1993 as a poet but has since written mainly novels and short stories. ശരിയാണ്, അവർ പോയറ്റ് ആയിട്ടാണ് തുടങ്ങിയത്, പക്ഷേ കൂടുതലും നോവൽസും ഷോർട്ട് സ്റ്റോറീസ് ആണ് എഴുതിയിട്ടുള്ളത്. Her famous works are The Vegetarian, Human Acts and We Do Not Part. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ വെജിറ്റേറിയൻ വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 2017. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. 2017 2007 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ദ വെജിറ്റേറിയൻ ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ഗ്രാഫിക് ഡിസൈനർ ഹു സഡൻലി ഡിസൈഡ്സ് ടു സ്റ്റോപ്പ് ഈറ്റിംഗ് മീറ്റ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, 3 ഓൺലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Which of the following statements about the 71st National Film Awards declared on 1st August 2025 is or are incorrect? അപ്പം 71ാമത് നാഷണൽ ഫിലിം അവാർഡിനെ പറ്റി പറഞ്ഞതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 12th Fail, the Hindi language biographical film directed by Vidhu Vinod Chopra, won the Best Feature Film Award. കറക്റ്റ് ആണ്. ഇനി ഷാരൂഖ് ഖാൻ ആൻഡ് വിക്രാന്ത് മാസി shared the Best Actor Award for their performances in Jawan and 12th Fail respectively. അതും കറക്റ്റ് ആണ് അല്ലേ. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്. ഉള്ളൊഴുക്ക് ഡിറക്റ്റഡ് ബൈ ക്രിസ്റ്റോ ടോമി as adjudged the best മലയാളം ഫീച്ചർ ഫിലിം. അതും കറക്റ്റ് ആണ്. ഉള്ളൊഴുക്കിനാണ് മികച്ച മലയാളം ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. വിജയരാഘവൻ ഹാസ് won the award for the best actor in a supporting role for his role in the മലയാളം മൂവി ഉള്ളൊഴുക്ക്. അതാണ് ഇവിടെ തെറ്റ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന മൂവിക്കല്ല. ഉള്ളൊഴുക്കിന് ആർക്കാണ് കിട്ടിയത്? ഉർവശിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ പൂക്കാലം എന്ന് പറയുന്ന മൂവിക്കാണ് വിജയരാഘവൻ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ 4th one ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി 4 ഓൺലി ആണ് ആൻസർ വരുന്നത്. ഈയിടെ വാർത്തകളിൽ വന്ന ബുദ്ധമത കലാരൂപം സോർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത ഗ്രിഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡ്രോയിങ്ങും കളറിങ്ങും ഒരു മാറ്റവും ഇല്ലാതെ ലിഖിത നിയമങ്ങൾ പാലിക്കണം. അപ്പൊ ഇത് ഏത് കലാരൂപത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? തങ്ക എന്ന് പറയുന്ന ബുദ്ധമത കലാരൂപത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? അപ്പൊ ആരാണ് കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ? CV കുഞ്ഞിരാമനാണല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, CV കുഞ്ഞിരാമൻ. ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഉണ്ണിയാടി ചരിതം എഴുതിയത് ദാമോദര ചാക്യാർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? SL പുരം സദാനന്ദൻ പുരസ്കാരം, തോപ്പിൽ ഭാസി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അപ്പൊ ഇതിൽ തോപ്പിൽ ഭാസി അവാർഡ് ഒഴിച്ച് ബാക്കി 3ഉം നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1, 3, 4 ആണ് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നോവലിന്റെയും നോവലിസ്റ്റിന്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തി എഴുതുക. ബുധിനി സാറാ ജോസഫ് ശരിയാണ്. മീശ സുഭാഷ് ചന്ദ്രൻ ആണോ? അല്ല, മീശ ആരാണ്? S ഹരീഷ് ആണ് അല്ലെ. ഈ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ, അതും ശരിയാണ്. സമുദ്രശിലയാണ് സുഭാഷ് ചന്ദ്രൻ വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരി വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ചു. അത് തെറ്റാണ്. കോട്ടയത്തല്ല, അദ്ദേഹം പാലക്കാടാണ് ജനിച്ചത്. വടനംകുറിശി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ശരിയാണ്. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അതും ശരിയാണ്. ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അതും തെറ്റായിട്ടുള്ളതാണ് വരുന്നത് കേട്ടോ. ഒറ്റയാൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ളതല്ല. ദയാഭായി, മേഴ്സി മാത്യു എന്നറിയപ്പെടുന്ന ദയാഭായി എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തക, അവരെ പറ്റിയിട്ടുള്ളതാണ് ഒറ്റയാൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി. കുഞ്ഞാമനെ സംബന്ധിച്ചിട്ടതല്ല. അപ്പൊ ഇവിടെ 1ഉം 4ഉമാണ് തെറ്റ്. നമ്മളോട് ശരിയായ പ്രസ്താവനയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? നിലവില് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ് കറക്റ്റ്. 1984. ഈ ജ്ഞാനപീഠം നേടിയ മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം. 6 മലയാളികൾക്കാണ് ഇന്ന് വരെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ റെസിപ്പിയന്റ് ജി ശങ്കരക്കുറുപ്പാണ് 1965. പിന്നെ എസ് കെ പൊറ്റക്കാട് 1980. 84 തകഴി ശിവശങ്കരപ്പിള്ള, 1995 എം ടി വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, ഏറ്റവും അവസാനമായിട്ട് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് മലയാളികളുടെ ഇതെടുക്കുമ്പോൾ. അപ്പം ഈ 6 പേരെയും ഈ 6 വർഷങ്ങളും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത്? എവിടെയാണ്? ഇല്ലിക്കുന്നിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇല്ലിക്കുന്നിലുള്ള പ്രസിലാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ഭാനു മുഷ്താഖ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഭാനു മുഷ്താഖ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലംകളി, മിഥുവ നൃത്തം, മലയപ്പുലയ ആട്ടം. അപ്പൊ ഇതില് മിഥുവ നൃത്തം ഒഴിച്ച് ബാക്കിയെല്ലാം ആഡഡ് ആണ്. അപ്പോ മിഥുവ നൃത്തം ഇല്ല. 5 എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ഓപ്ഷൻ ഡി 1, 2, 3, 4, 6. അപ്പൊ അതാണ് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ്. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. വൈശാഖ മഹോത്സവം കുട്ടിയൂർ ക്ഷേത്രമാണ്. ശരിയാണ്. വൃശ്ചികോത്സവം നടക്കുന്നത് ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലാണ്. തൃപ്പൂണിത്തറയിൽ വരുന്നത്. തളിയിലല്ല, തളിക്ഷേത്രത്തിലല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശ്രീ പൂർണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തറയിലാണ് നടക്കുന്നത്. ഇനി പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. ശരിയാണ്. പൈങ്കുനി ഉത്സവം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അപ്പൊ 4ഉം തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ചേരുംപടി ചേർക്കലാണ്. കൃതികളും അതുപോലെ എഴുത്തുകാരും തന്നിട്ടുണ്ട്. നിരീശ്വരൻ ആരാണ് എഴുതിയിട്ടുള്ളത്? നിരീശ്വരൻ VJ ജെയിംസിന്റെ കൃതിയാണ്. മീശ S ഹരീഷാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ അതാരുടെയാണ്? NS മാധവന്റെ ആണ് അല്ലേ. അതുപോലെ സമ്പർക്കക്രാന്തി V ഷിനിലാലിന്റെ പുസ്തകമാണ്. അപ്പൊ ഇവിടെ വരുന്നത് 1D, 2C, 3E, 4A ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ്? ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാ, മറക്കരുത്. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എന്ന് പറയുന്നത്. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? പത്മവിഭൂഷൺ ആണ് കേട്ടോ. പത്മവിഭൂഷൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു.
ഇവിടെ നാലാപ്പാട്ട് നാരായണ മേനനല്ല, ആരാണ്? വള്ളത്തോൾ നാരായണ മേനനാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. ശരിയാണ്. കേരള കലാമണ്ഡലത്തെ 2006-ൽ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 2019-ലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ 55-ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ശരിയാണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞോളൂ, 2019-ൽ ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആര്? അപ്പൊ കർണശപഥം ആട്ടക്കഥ എഴുതിയത് ആരാണ്? വി മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ മാലി എന്ന് പറയുന്ന നാമമാണ് അദ്ദേഹത്തിന്. അപ്പൊ മാലി എന്നറിയപ്പെടുന്ന വി മാധവൻ നായർ ആണ് കർണശപഥം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? അദ്ദേഹത്തിന്റെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് ഇത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക, കുടിയൊഴിക്കൽ. അപ്പൊ കുടിയൊഴിക്കൽ ആരുടെ കൃതിയാണെന്ന് മേ ബി നാളെ ഒരു ചോദ്യം വരാം. അപ്പൊ എന്താ, കുടിയൊഴിക്കൽ ആരുടെയാണ്? വൈലോപ്പിള്ളിയുടെ കൃതിയാണെന്ന് ഓർത്തിരിക്കുക. രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ, പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള, കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. അപ്പൊ ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി 1, 2, 3 ശരി. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? അപ്പൊ ഇത് എന്റെ ഗുരുനാഥൻ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മോസ്റ്റ് ഓഫ് എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവണം. ഏതിലാണ്? സാഹിത്യമഞ്ജരി 4-ാം ഭാഗത്തിലാണ്. CBSE-കാർക്കും സ്റ്റേറ്റുകാർക്കും എന്റെ ഗുരുനാഥൻ പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം സാഹിത്യമഞ്ജരി 4-ാം ഭാഗത്തിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, നളചരിതം ആട്ടക്കഥ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാസഭ രൂപീകരിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? മലബാർ മുസ്ലിം സഭയല്ല രൂപീകരിച്ചത്, അദ്ദേഹം തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയാണ് രൂപീകരിച്ചത്. അപ്പൊ തിരുവിതാംകൂർ ആയിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് ഓർത്തിരിക്കുക. മലബാർ അല്ല കേട്ടോ, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയാണ് രൂപീകരിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. ശരിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണപിള്ളയാണ്. അപ്പൊ കെ രാമകൃഷ്ണപിള്ളേനെയാണ് നമ്മൾ സ്വദേശാഭിമാനി എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അതിന്റെ സ്ഥാപകൻ ആരാണ്? പത്രത്തിന്റെ സ്ഥാപകൻ അബ്ദുൽ ഖാദർ മൗലവിയാണ്. അത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. കേരള കലാമണ്ഡലം തൃശ്ശൂർ ശരിയാണ്. യക്ഷഗാനം പാർത്ഥി സുബ്ബ അതും ശരിയാണ്. കഥകളി ഗുരുമാണി മാധവ ചാക്യാർ അത് തെറ്റായിട്ടുള്ള ഒരു പേരാണല്ലേ. കാരണം എന്താ? ഗുരുമാണി മാധവ ചാക്യാർ കൂടിയാട്ടവും ചാക്യാർ കൂത്തുമാണ് അദ്ദേഹത്തിന്റെ ഐറ്റം. കൂടിയാട്ടത്തിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അപ്പൊ കഥകളിയല്ല. ഇനി പാട്ടബാക്കി തോപ്പിൽ ബാസി അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാട്ടബാക്കി ആരുടെയാണ്? കെ ദാമോദരന്റെയാണ്. തോപ്പിൽ ബാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ 3ഉം 4ഉം ശരിയല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണിയാർ എഴുതിയ കഥകൾ ഏതെല്ലാം? അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഉണ്ണിയാറിന്റെ കഥകൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഭയങ്കര കാമുകൻ, വാങ്ക് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് 3ഉം 1ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്തതൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വലുതാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിൽ കറക്റ്റ് വരുന്നത് ഇതാണ്. മാലിക് ദിനാർ കാസർഗോഡ്, കൂടൽമാണിക്യം ക്ഷേത്രം തൃശ്ശൂർ,
അനന്തനാഥ സ്വാമി ക്ഷേത്രം വയനാട്, ഉദയംപേരൂർ സുന്നഹദോസ് പള്ളി എറണാകുളം. അങ്ങനെയാണിത് പെയർ ചെയ്ത് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറയുന്നത് ഒരു സംസ്കൃത സാഹിത്യ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഈ സാമൂതിരി രാജാക്കന്മാരുടെയൊക്കെ ആസ്ഥാന കവികളായിരുന്ന 18 കവികളുണ്ടല്ലോ, ആ 18 കവികളിലെ ഒരു പ്രമുഖനായിരുന്നു ഈ പറയുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഉദ്ദണ്ഡ ശാസ്ത്രികളല്ല. വസുമതി വിക്രമം ആരാണ് എഴുതിയത് എന്നുള്ളത് ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ അത് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, കമന്റ് ചെയ്തിട്ടേക്കാം. അതെന്തായാലും ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ അല്ല. ഇനി കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ശരിയാണ്. തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. മൂച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ മൂച്ചിലോട്ട് ഭഗവതി തെയ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഓപ്ഷൻ എ ആണ്. മൂച്ചിലോട്ട് ഭഗവതി തെയ്യാണ്. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ്? കേരള കലാമണ്ഡലം ചാൻസലർ ആയിട്ടുള്ള പ്രശസ്ത ഭരതനാട്യം കലാകാരനായിരുന്നു മല്ലിക സാരാഭായ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2010 സലിം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ഏതാണ്? ആദാമിന്റെ മകൻ അബു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആദാമിന്റെ മകൻ അബു. താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏത്? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ അനുഷ്ഠാന കല അല്ലാത്തത് തെയ്യം, പടയണി, മുടിയേറ്റ്, കൂടിയാട്ടം. ഇതിൽ അനുഷ്ഠാന കല അല്ലാത്തത് കൂടിയാട്ടാണ്. ബാക്കി 3ഉം അനുഷ്ഠാന കലയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ പായൽ കപ്പാടിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മയാണ് കറക്റ്റ് ആൻസർ. സരസ്വതി സമ്മാൻ 2023 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. കൃതി രൗദ്ര സാത്വികം. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായരാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടേന്നിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. അപ്പൊ ഇത് ആരാണ് എഴുതിയത്? ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? വർത്തമാന പുസ്തകമാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വരുന്നത് വർത്തമാന പുസ്തകമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാകൃതി ഏതാണ്? ഒരു റയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഓർത്തിരിക്കുക മേഘദൂതമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഏതാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളത് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുമർ ചിത്രമാണ്. അപ്പൊ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ചുമർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഉള്ളത് കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈ എടുത്ത മലയാള കവി ആരാണ്? റിപ്പീറ്റഡ് ആണ്, നമുക്കറിയാം. ആരാ? വള്ളത്തോളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി എഴുത്തുകാരും കൃതികളും മാച്ച് ദ ഫോളോയിങ് ആണ്.
അപ്പോൾ ഓടക്കുഴൽ ആരുടെ കവിതയായിരുന്നു? ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത്. രണ്ടാം മൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. കയർ ആരാണ്? തകഴി. കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. A3, B4, C1, D2. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം? രാജ്യസമാചാരമാണ് അല്ലേ? അപ്പൊ 1847 ജൂൺ മാസത്തിലാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്നത് ഏത് നാടകമാണ്? ഏതാണ്? കാറൽമാൻസ് ചരിതമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കാറൽമാൻസ് ചരിതമാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ആദ്യ ശബ്ദചിത്രം ഏതാണ്? വിഗതകുമാരൻ അല്ല, ബാലനാണ് അല്ലെ. വിഗതകുമാരൻ ആദ്യത്തെ മലയാള ചിത്രമാണ്, പക്ഷെ അത് നിശബ്ദ ചിത്രമാണ്. ഇനി ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. അതും തെറ്റാണ്. ആലപ്പി വിൻസെന്റ് ബാലൻ എന്ന് പറയുന്ന ചിത്രത്തിലാണ് ശബ്ദം നൽകിയത്, വിഗതകുമാരനിലല്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. കുറേ ക്വസ്റ്റ്യൻസ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. പിന്നെ ആർട്ട് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ ശരിക്കും PYQs നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. റെഫർ ചെയ്യുക, എന്നിട്ട് ശരിക്കും കറണ്ട് ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കണം. അതല്ലാതെ ആർട്ടും കൾച്ചറും വരുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ എന്താണ് വരുന്നത്, ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവിൽ വന്ന ഈ പറഞ്ഞ പുരസ്കാരങ്ങളും കാര്യങ്ങളും ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആർട്ട് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചറിനെ ഫോക്കസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസ് നമ്മൾ ഈ പറഞ്ഞ PYQ സീരീസ് കുറേ സബ്ജക്ട്സിൻ്റെ പാർട്ട് 1ഉം പിന്നെ കുറേ സീരീസിൻ്റെ കംപ്ലീറ്റഡും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുക. ഡിഗ്രി പ്രിലിംസ് എക്സാംസ് കഴിയുന്നവരെ നമ്മൾ ഈ ഒരു PYQ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. അതിനുശേഷവും നമ്മുടെ PSC എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. ആസ്പിരൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ്, ക്വയറീസ്, സജഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ലെറ്റ്സ് ലേൺ ടുഗെദർ. അപ്പോൾ അത്രയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Happy learning with Habitus.